അപ്പൊ സഹോദരങ്ങളെ, ഔ നിസാഇഹിന്ന എന്നിടത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഔ മാ മലക്കത്ത് ഐമാനുഹുന്ന. പിന്നെ ഖുർആൻ പറഞ്ഞതെന്താണ്? അവർക്ക് അവരുടെ അലങ്കാരങ്ങൾ ഈ വിധത്തിൽ വെളിപ്പെടുത്താവുന്ന മറ്റൊരു വിഭാഗമാരാണ്. ഔ അല്ലെങ്കിൽ മാ മലക്കത്ത് ഐമാനുഹുന്ന, അവരുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയ അടിമകൾക്ക് മുമ്പിലല്ലാതെ. അത് അടിമ സ്ത്രീയാണെങ്കിലും അടിമ പുരുഷനാണെങ്കിലും അവർക്ക് മെഹ്റമുകളുടെ മുമ്പിൽ വെളിപ്പെടുത്താവുന്നത് ഇവരുടെ മുമ്പിലും വെളിപ്പെടുത്താം. ഇന്നിപ്പോൾ അടിമകളില്ല, അടിമ സമ്പ്രദായവുമില്ല. ആ കാലഘട്ടത്തിൽ അന്ന് അടിമകളുടേതായ നിയമങ്ങളുണ്ട്, അടിമ സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തെ വ്യത്യസ്തങ്ങളായ നിയമങ്ങളിലൂടെ കുറച്ച് കൊണ്ടുവന്ന് ഇല്ലാതാക്കുവാനാണ് ഇസ്ലാം ശ്രമിച്ചിട്ടുള്ളത് എന്നതുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു വിഭാഗത്തെ പറഞ്ഞതാരാണ്? അവിത്താബിഈന, അല്ലെങ്കിൽ ഇവരെ പിന്തുടരുന്ന, ഈ സ്ത്രീകളെ പിന്തുടർന്നുകൊണ്ടിങ്ങനെ അവരെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ. അവരാരാണ്? ഗൈരി ഉലിൽ ഇർബത്തി, ആശയുള്ളവരല്ലാത്ത, മിനരിജാലി, പുരുഷന്മാരിൽ നിന്ന് അങ്ങനെ ഒരു ലൈംഗികമായ ആശയൊന്നും ഇല്ലാത്ത പുരുഷന്മാരാണ്. അവർക്ക് ലൈംഗികമായ ആശകളൊന്നുമില്ല. ഒന്നുകിൽ അവർ വയോവൃദ്ധരാണ്, അവർക്ക് അങ്ങനെയുള്ള ഒരു ചിന്തയുടെയൊക്കെ കാലം കഴിഞ്ഞിട്ടുണ്ട്. അവരിൽ അങ്ങനെയുള്ള മോഹങ്ങളില്ല, അത്തരം ചിന്തകളൊന്നും ഉണരാത്ത, ആ നിലക്കുള്ള വൈകാരികമായ ഒരവസ്ഥയൊക്കെ പിന്നിട്ട് കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. പ്രായം കൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം കൊണ്ടുമാവാം, മന്ദബുദ്ധികൾ ഉണ്ടാകും. അവർക്കതൊന്നും അറിയൂല. അവർക്കൊരു സ്ത്രീയെ കണ്ടാൽ ആ നിലക്കുള്ളൊരു വൈകാരികമായ അവസ്ഥയൊന്നും അവരിൽ ഉണരുകയില്ല, തോന്നുകയില്ല. അങ്ങനെയുള്ള മന്ദന്മാർ അല്ലെങ്കിൽ മന്ദബുദ്ധികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ പിന്നെ ഈ നിലക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് തീരെ അശ്രദ്ധമായിട്ടുള്ള, നേരത്തെ പറഞ്ഞ വിഭാഗങ്ങളിൽ പെട്ടതല്ലാതെ തന്നെ ഈ വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാരെന്ന് പറയുമ്പോൾ വീടുകളിലൊക്കെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നു. ആഹാരം കഴിക്കാനും ഒരു നേരത്തെ ആഹാരം കിട്ടാനും അവർക്ക് ഒരു കഴിഞ്ഞുകൂടാനും ഒക്കെയായിട്ട് അവർ കഴിയുന്നു എന്നുള്ളതല്ലാതെ മറ്റ് ചിന്തകളോ ഒരു സ്ത്രീകളെ സംബന്ധിച്ചുള്ള മോശമായ ചിന്തകളോ ഒന്നുമില്ലാത്ത ആ നിലക്കുള്ള സ്വഭാവത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടാകാം. അത്തരം ആളുകളുടെ മുമ്പിലും അവർക്ക് ഇങ്ങനെ അവരുടെ അലങ്കാരം വെളിവാകുന്നതിന് തകരാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഇത്തരത്തിലുള്ള ചില ആളുകളുടെ അനുഭവങ്ങൾ പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഉമ്മു സലമ ബീവിയുടെ സമീപത്ത് ഒരു പുരുഷൻ ഉണ്ടാകാറുണ്ട് വീട്ടിൽ. ആ പുരുഷൻ ആരാണ്? ഒരു മന്ദനാണ് എന്ന് പറഞ്ഞാൽ ഒരു മന്ദബുദ്ധിയാണ്. അഥവാ ഇങ്ങനത്തെ ഒരു ലൈംഗികമായ താല്പര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ചിന്തയില്ലാത്ത ഒരു അശ്രദ്ധനാണ്. അങ്ങനെ ഉണ്ടാകുമല്ലോ ആളുകളുടെ കൂട്ടത്തിൽ കുറേ ആളുകൾ. അവർക്ക് അങ്ങനെ ലൈംഗികമായ താല്പര്യമൊന്നും ഉണ്ടാവില്ല, ലൈംഗിക ശക്തി ഉണ്ടാവില്ല, ആ നിലക്കുള്ള ഒരു ചിന്തകൾ ഉണ്ടാവില്ല. അങ്ങനെയും കുറേ ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ, അങ്ങനെയും കുറേ ആളുകളുണ്ട്. അങ്ങനെ അവർ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരുടെ അരികിലൊക്കെ പലപ്പോഴും പ്രവേശിക്കുകയും അവരുമായി ഇടപഴകുകയും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിക്കൽ ആ നിലക്ക് കണക്കാക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിയുടെ ഒരു സംസാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കേട്ടതെന്താണ്? ഒരു സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു സ്ത്രീയുടെ ശാരീരികമായ സൗന്ദര്യത്തെയും ആകാര വടിവിനെയും ഒക്കെ ഇയാൾ ഒരിക്കൽ വർണ്ണിച്ചു കൊടുക്കുന്നതായി ആര് കേൾക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി മുതൽ ഇയാൾ നിങ്ങളുടെ സമീപത്തേക്ക് പ്രവേശിക്കാനേ പാടില്ല. കണ്ടോ, അതുവരെ അങ്ങനെയൊന്നുമല്ല എന്ന് ധരിച്ചു വെച്ചിരുന്ന, ആ നിലക്കുള്ള ഒരു സംസാരമോ നോട്ടമോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ലാതെ നടന്നിരുന്നൊരു വ്യക്തിയിൽ സംസാരത്തിൽ നിന്ന് ചില വ്യതിയാനങ്ങൾ വന്നു എന്ന് കണ്ടപ്പോൾ ഉടനെ ആ വ്യക്തിയെ വീട്ടിൽ പിന്നെ ബന്ധപ്പെടുന്നതുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ചരിത്രം നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തെയും ആകാര വടിവിനെയും ഒക്കെ ഒരു പുരുഷൻ വർണ്ണിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ലൈംഗികമായ നിലക്കുള്ള താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ അത്.
അതുകൊണ്ടാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പുരുഷൻ പിന്നെ വീട്ടിലേക്ക് ഇവരുമായി ഇടപഴകുന്നത് വിലക്കിയത്. അങ്ങനെ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്തു എന്നുകൂടി ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, അപ്പോൾ ആ നിലക്കുള്ള ആശകളൊന്നുമില്ലാത്ത പുരുഷന്മാരാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് അവിത്താബിഈന ഗൈരി ഉലിൽ ഇർബത്തി മിനർ റിജാലി, പുരുഷന്മാരിൽ നിന്ന് ലൈംഗികമായ താല്പര്യം തീരെ ഉണരാത്ത, ആ നിലക്കുള്ള ഒരു ചിന്തയുമില്ലാത്തത്ര, അതൊന്നുകിൽ ബുദ്ധിമാന്ദ്യം കൊണ്ടോ അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ രോഗാവസ്ഥ കൊണ്ടോ മറ്റേതെങ്കിലും കാരണങ്ങളാൽ അത്തരത്തിലുള്ള ആളുകൾ, അതൊക്കെ സ്ത്രീകൾക്ക് മനസ്സിലാവുമല്ലോ ആരാ എന്താന്നൊക്കെ, അങ്ങനെയുള്ള ആളുകളും ഇതിൽ നിന്ന് ഒഴിവാണ്. അവർക്ക് മഹറമുകളുടെ മുമ്പിൽ അവർക്ക് പ്രകടിപ്പിക്കാവുന്നത് പോലെ അവരുടെ തലമുടി വെളിവാക്കുന്നതോ കൈത്തണ്ട വെളിവാക്കുന്നതോ ഒന്നും അവർക്ക് ഒരു വിരോധമുള്ള കാര്യമല്ല. കമ്മലിടുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അവർ ചെവി, മാലയണിയുന്നത്, വളയണിയുന്നത്, ഇതൊക്കെയാണ്. അതല്ലാതെ അവരുടെ മുമ്പിൽ സമ്പൂർണ്ണ നഗ്നയാവാൻ, നഗ്നത വെളിപ്പെടുത്തി നടക്കുക എന്നൊന്നും അല്ല ഈ പറയുന്നത്. മഹറമുകളുടെ മുമ്പിലാണെങ്കിൽ പോലും എല്ലാം ആവാമെന്നല്ല, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇതൊക്കെ നമ്മൾ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം. തുടർന്നു കൊണ്ട് പറയുന്ന വിഭാഗം ഏതാണ്? അവിത്തിഫിലി, അല്ലെങ്കിൽ കുട്ടികൾ, ആൺകുട്ടികൾ. ഇങ്ങനെയുള്ള കുട്ടികൾ, അല്ലദീന, എങ്ങനെയുള്ള കുട്ടികളാണ്? ലം യദ്ഹറൂ, അവർക്ക് പ്രകടമായി തുടങ്ങിയിട്ടില്ല. എന്തിനെ? അലാ ഔറാത്തിൻ നിസാ, സ്ത്രീകളുടെ നഗ്നതയെ കുറിച്ച് അവർക്ക് ഇതുവരെ ഒന്നും പ്രകടമായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ ആ സ്ത്രീയെ സംബന്ധിച്ച് ഒരു ലൈംഗികമായ ചുവയോടെ കാണുവാനോ കേൾക്കുവാനോ നോക്കുവാനോ ഒന്നുമുള്ള പ്രായമായിട്ടില്ല. അപ്പൊ ഒരു ചെറിയ കുട്ടികൾ, ചെറിയ ആൺകുട്ടികൾ, അപ്പൊ എത്ര വയസ്സാണെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഇന്നൊക്കെ കുട്ടികൾക്ക് ചെറിയ 10 വയസ്സാകുമ്പോൾ 12 വയസ്സാകുമ്പോഴൊക്കെ ഇതുപോലെ വർത്തമാനങ്ങളൊക്കെ പറയും, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ അതൊക്കെ ഇടപഴകുമ്പോഴും കാര്യങ്ങളിലൊക്കെ മനസ്സിലാവും. അങ്ങനെയൊക്കെയുള്ള ആളാണെങ്കിൽ, കുട്ടികളാണെങ്കിൽ അതൊക്കെ വളരെ അവരിൽ നിന്നും മറഞ്ഞിരിക്കണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അതല്ലാത്ത നിലക്കുള്ള ബാലന്മാർ, അതാണ് അവിത്തിഫിലില്ലദീന ലം യദ്ഹറൂ അലാ ഔറാത്തിൻ നിസാ, സ്ത്രീകളുടെ നഗ്നതകളെ സംബന്ധിച്ച് ഇതുവരെ ഒന്നും വെളിവായിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ, പിഞ്ചു ബാലന്മാർ, ആ നിലക്ക് പ്രായമുള്ള കുട്ടികൾ, അവരുടെ മുമ്പിലും ഈ നിലക്ക് മഹറമുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും പോലെ പ്രത്യക്ഷപ്പെടുന്നതിന് വിരോധം ഇല്ല.